CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് BJP ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. PK കൃഷ്ണദാസ് നമുക്കൊപ്പമുണ്ട്. എന്താണ് തീരുമാനം? താങ്കൾക്കാണ് ഇതിൻ്റെ ചുമതല എന്നാണ്. കാലാകാലമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകളും അത് പാവപ്പെട്ടവരാണ്, സാധാരണക്കാരാണ്. അത് പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിലാണ് ഈ ബഹുഭൂരിപക്ഷം വരുന്നത്. അവർ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനവിരുദ്ധ നയം, അതുപോലെ തന്നെ ഈ മതമൗലികവാദത്തെ, മുസ്ലിം പ്രീണനം, ഇതെല്ലാം കൊണ്ട് അവർ ഇത്തവണ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ തയ്യാറായി. ഇവർ പിണറായി പഞ്ചായത്തിൽ ഇപ്പം 161 നമ്പർ ബൂത്ത്, അത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ബൂത്താണ്. അവിടെ നേരത്തെ നമുക്ക് 53 വോട്ടാണ് BJPക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 129 ഉയർന്നിട്ടുണ്ട്. പാറപ്പുറത്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്നു വീണത്. ആ സ്ഥലത്ത് നേരത്തെ 34 വോട്ടായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് ഏതാണ്ട് 145 വോട്ടിലേക്ക് ഉയർന്നിട്ട്. പരമ്പരാഗതമായി ഇടതിന് വോട്ട് ചെയ്യുന്നവർ അത് ഷിഫ്റ്റ് ചെയ്ത് കുറേ BJPയിലേക്ക് വന്നിട്ടുണ്ടെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അത് നിലനിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ജനപിന്തുണ അത് വർദ്ധിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ്. അതായത് ഇതൊക്കെ ഈ വലിയ വിഗ്രഹങ്ങളാണെന്ന് കരുതിയവരൊക്കെ മൺപുറ്റുകളാണെന്നുള്ള യാഥാർത്ഥ്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണക്കാരായ പ്രവർത്തകർ തിരിച്ചറിയുന്നു. അവർക്ക് പിന്നെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് പോകും. തീർച്ചയായിട്ടും ഇതൊക്കെ വരുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൂടുതൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി മാർക്സിസ്റ്റ് പാർട്ടി ഇനി ശാരീരികമായ അക്രമങ്ങൾ നടത്തിയാലൊന്നും തന്നെ ഇനി ഈ മാറ്റത്തെ, ഈ ഒരു പ്രതിഭാസത്തെ ഇല്ലാതാക്കാൻ സാധ്യമല്ല. അവിടെ ഞങ്ങൾ നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം S. ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.